ഇന്ന് നമ്മൾ നോക്കുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ട്, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ട്, സമാധാനമില്ലാതെ ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ഇഷ്ക് റസൂൽ ഫാമിലി എന്ന യൂട്യൂബ് ചാനലിൽ ഇന്ന് നമ്മൾ നോക്കുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യം ആശ്രയിക്കുക ബാങ്കിനെയാണ്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ബജാജ് EMI പോലുള്ള EMI സൗകര്യങ്ങൾ നമ്മളിലേക്ക് ഉണ്ടാകുന്ന ഈ ഒരു കാലത്ത് നമ്മൾ ആദ്യം നോക്കുക, എന്ത് ആവശ്യമായിക്കോട്ടെ, ഒരു വാഹനം എടുക്കാനോ ഫർണിച്ചർ എടുക്കാനോ, അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രിഡ്ജ്, AC അതുപോലുള്ള സംഭവങ്ങളൊക്കെ EMI രൂപത്തിൽ നമുക്ക് കിട്ടുമല്ലേ. അപ്പോൾ ഇത്തരത്തിൽ എന്തൊരു കാര്യമാണെങ്കിലും, എന്തിനേറെ പഠിക്കണമെങ്കിൽ കൂടെ EMI സൗകര്യം ഇന്നുണ്ട്. എന്തിനും ഇത്തരത്തിൽ EMI കൂട്ടുപിടിക്കുകയും അതേപോലെ തന്നെ ഈ ഒരു പലിശ ഇടപാട് നമ്മുടെ ജീവിതത്തിൽ കുന്നുകൂടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സ്വസ്ഥത ഉണ്ടാകൂലല്ലേ. കാര്യം ആ ഒരു സമയത്ത് നമുക്കതൊരു ആശ്വാസമായിട്ട് തോന്നിയിട്ടുണ്ടാകാം. മക്കളെ കെട്ടിക്കാനുള്ള ടൈമിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഗോൾഡ് വാങ്ങുന്ന സമയത്തായിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് പലിശ എടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ആധാരം എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ കുറച്ച് പലിശ എടുക്കും അല്ലേ, ലോൺ എടുക്കും അല്ലേ. അപ്പോൾ ഈ ലോൺ എടുത്തത് പിന്നീട് നമ്മൾ എങ്ങനെയാണ് വീട്ടുക? ഈ കല്യാണമൊക്കെ നമ്മൾ ആഡംബരമായി നടത്തിയതിന് ശേഷം ആളുകളെയൊക്കെ കൂടെ കൂട്ടി നമ്മൾ 4 ആളറിയെ കല്യാണം ഒക്കെ കഴിപ്പിച്ച് വിട്ടതിന് ശേഷം പിന്നെയുള്ള ആ ഒരു 4-5 കൊല്ലം ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു 4-5 കൊല്ലം, ആ ദിവസങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വർഷങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മനുഷ്യന് നരകിച്ച് ജീവിക്കുന്നൊരു സമയമായിരിക്കും. കാരണം പലിശ എന്ന് പറയുന്ന ആ ഒരു സംഭവം, ലോൺ എടുത്തവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും അത്. ഇത് മതി എന്ന് തോന്നിപ്പോവും. കാരണം ആ ഒരു ടൈമിൽ നമ്മുടെ അടുത്ത് നല്ലൊരു ജോലി ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഈ പലിശ എടുക്കുന്ന ആളുകളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഈ പലിശ എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജോലി നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിൽ എല്ലാ ജോലിയിൽ റബ്ബ് സുബ്ഹാനഹു തആല ബറക്കത്തിനെ എടുത്ത് കളയും. അപ്പോൾ എന്താ ഉണ്ടാവുക? ഇവർക്ക് കിട്ടുന്നതൊക്കെ ഈ ഒരു പലിശക്ക് കൊടുക്കാനേ ഒഴിവുണ്ടാകുള്ളൂ. ഇതിങ്ങനെ പുതുക്കി വെക്കും. നമ്മൾ ഗോൾഡ് കൊണ്ടുപോയി വെച്ചിട്ടാണ് പലിശ എടുത്തിട്ടുള്ളതെങ്കിൽ ഈ ഗോൾഡ് ഇങ്ങനെ പുതുക്കി വെക്കും. അതുമല്ല, ഇനി നമ്മൾ ആധാരമൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടാണ് ഉണ്ടെങ്കിൽ അതും ഇത്തരത്തിൽ തന്നെ നമ്മളിങ്ങനെ അതിൻ്റെ മുതൽ മാത്രം, പലിശ മാത്രം ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കും, മുതലിക്കൊന്നും ആവില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ പലിശ കൊണ്ട് ഇടങ്ങേറായി നടക്കുന്ന ഉപ്പമാർ ഒരുപാടുണ്ട് നമുക്കിടയിൽ അല്ലേ. ഞാൻ ഇപ്പം അടുത്തൊരാളെ കാണുന്നുണ്ടായിട്ടോ. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരൊരു വീട് പണിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ കടമെടുത്ത് പോയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ഒരു കടം അവർ പകുതി മുക്കാലോളം വീട്ടി. അപ്പോഴാണ് വീട്ടിൽ നമ്മുടെ ഈ ഒരു വിവാഹം, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരു വിവാഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ അല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ മോശമല്ലേ എന്നുള്ള രീതിക്ക് അവരെന്ത് കാട്ടി? അവരുടെ കയ്യിലുണ്ടായിരുന്ന വീടിൻ്റെ ആധാരം ഉണ്ടല്ലോ, ആ വീടിൻ്റെ ആധാരം കൊണ്ടുപോയി വെച്ചിട്ട് കുറച്ചുകൂടെ ലോൺ എടുത്തു. പിന്നെ എന്തായി? മാസം അതിൻ്റെയും ഇതിൻ്റെയും കത്തുകൾ ഇങ്ങനെ വരുമ്പോൾ മനസ്സിലിങ്ങനെ ആദ്യമായി, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? കാരണം അതിൽക്കും ഇതിൽക്കും അടക്കണം, അതും ഇതും പുതുക്കി വെക്കണം. അപ്പോൾ ഈ ഒരു പുതുക്കി വെക്കൽ ഇങ്ങനെ അല്ലാതെ 10-15 വർഷമായിട്ട് ഇതിങ്ങനെ പുതുക്കി വെക്കുക എന്നല്ലാതെ അതൊന്ന് എടുത്ത് കൊണ്ടുവരാനോ, അതുപോലെ തന്നെ നമ്മൾ സ്വസ്ഥമായിട്ട് ബാങ്കുമായിട്ടുള്ള ഇടപാടൊക്കെ ഒന്ന് മാറ്റിയിട്ട് സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനോ അവർക്ക് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ഇതേപോലെ തന്നെ ഒരുപാട് ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറയാറുണ്ട്, എഴുതി അറിയിക്കാറുണ്ട് കമൻസായിട്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണം നിങ്ങൾക്ക് ഹലാലായിട്ടുള്ളത് വേണോ, ബറക്കത്തുള്ളത് വേണോ, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് നോക്കിക്കോളി. ഇത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകൂല. ആളുകൾ എന്തോ ചെയ്തോട്ടെ, മറ്റുള്ള ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, മറ്റുള്ള കുടുംബക്കാർ അങ്ങനെ കല്യാണം നടത്തിയിട്ടുണ്ട്, അവരുടെ വീട് അങ്ങനെ ആക്കിയിട്ടുണ്ട്, ഇങ്ങനെ ആക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിച്ച് അത് നമ്മൾ മനസ്സിൽ കയറ്റി നടന്നിട്ട് ഇത്തരത്തിൽ ഓരോ പലിശ ഇടപാടിലേക്കും നമ്മൾ പോകുമ്പോൾ നമ്മൾ തന്നെയാണ് താഴ്ന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. അവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ കയ്യിൽ അതിനുള്ള പണമുണ്ട്, സേവിങ്സ് ഉണ്ട്. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്?
നമ്മൾ സീറോയിൽ നിൽക്കുമ്പോൾ ആ സീറോന്ന് നമുക്ക് അവരുടേക്കാൾ മുമ്പിലെത്തണം, മുകളിലെത്തണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത്തരത്തിൽ ഓരോ ആർഭാടകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ അവൻ്റേത് അങ്ങനെയല്ലേ എന്ന് വിചാരിച്ചിട്ട് എൻ്റേത് ഇങ്ങനെയാണെന്ന് വിചാരിച്ച് നമ്മൾ അധികം കൂടുതൽ വേണമെന്ന് വിചാരിച്ചിട്ട് ധൂർത്ത് എന്ന് പറയും. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ ചില ആളുകൾ കുടുങ്ങിയിട്ട് എടുക്കുന്ന ആളുകൾ കേട്ടോ. ഞാൻ ഇവരെ മാത്രം പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിൽ മുടിഞ്ഞു കിടക്കുന്ന ആളുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പലിശ എടുത്ത് ലോൺ എടുത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ടല്ലോ, അത് പകുതി മുക്കാലും ഇത്തരത്തിൽ വീടിന് വേണ്ടിയിട്ടും കാറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിവാഹത്തിന് വേണ്ടിയിട്ടൊക്കെ ലോൺ എടുത്ത ആളുകളാണ്. അതുകൊണ്ടാണ് അവരുടെ കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട്, നമ്മുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് നമ്മൾ ചിലവാക്കുക, അതിനനുസരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്തുക. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം പകുതി മുക്കാലാകുന്നത് വരെ, ഈ ഒരു ആയുസിൻ്റെ പകുതിയും മുക്കാലും ഒക്കെ ഈ ഒരു ലോൺ അടച്ച് ഈ ഒരു ബാങ്കുമായിട്ടുള്ള ഇടപാട് നടത്തി നമ്മൾ തീർക്കേണ്ടി വരും. സ്വസ്ഥത, സമാധാനം എന്നുള്ള 2 സാധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ബറക്കത്ത് എന്നുള്ള സാധനത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റും. ഇത് ഈ ഒരു പലിശ ഉപയോഗിച്ച് നടക്കുന്ന ആളുകളുടെ ജീവിതം എടുത്തൊന്ന് പരിശോധിച്ചാൽ, നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിൽ ലോൺ എടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. പുറമേക്ക് ചിന്തിച്ചിട്ട് എൻ്റെ ജീവിതം എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്നൊന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരിക്കൽ പോലും എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ഒരിക്കൽ പോലും ഞാൻ ഈ ഒരു ബാങ്കുമായിട്ട് ഇടപാട് നടത്തൂല എന്ന് മനസ്സിൽ നിയ്യത്ത് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ പടച്ചവൻ്റെ അടുത്ത് തൗബ ചെയ്ത് ആത്മാർത്ഥതയോടുകൂടെ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ചെയ്യാം. കൂടുതലൊന്നുമില്ല, ഒരു 10 മിനിറ്റ് കൂടി ഒരു 15 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്ത് തീർക്കാൻ പറ്റും, ചൊല്ലി തീർക്കാൻ പറ്റും. നമ്മൾ രാത്രി മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ദിക്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മക്കളുടെ പണികളും അതുപോലെ തന്നെ മക്കൾക്ക് ഫുഡ് കൊടുക്കുക, അവരുടെ ഹോംവർക്കുകൾ ചെയ്യുക, പഠിപ്പിക്കുക, ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇശാക്ക് നിസ്കരിച്ച് നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് ആ പുതപ്പിലേക്ക് ചെല്ലുമല്ലോ. പുതപ്പിലേക്ക് ചെന്നതിന് ശേഷം നമ്മൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊക്കെ സ്ഥിരമായിട്ട് ചെല്ലുന്ന ആളുകളുണ്ടാവില്ല. ചില ആളുകൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇൻസ്റ്റാ റീൽ കണ്ട് കിടക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സ് കണ്ട് കിടക്കും. അതൊക്കെ അങ്ങനെ പോട്ടെ, എന്താണെങ്കിലും. അപ്പോൾ ഇത്തരത്തിൽ ചൊല്ലുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ ചൊല്ലിയതിന് ശേഷം പടച്ചോൻക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കാര്യം ആരാണ് മനസ്സറിഞ്ഞ് ചെയ്യുന്നത്. ഒരുപാട് ഹദീസുകളിൽ കാണാം, ഈ ഒരു അമൽ ആരാണ് മനസ്സറിഞ്ഞ് ചെയ്യുന്നത്, എത്രത്തോളം നമ്മൾ ഈ ഒരു അമലിനെ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ കൂടുകയും, അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് പിരിമുറുക്കം അനുഭവിക്കുന്നവരാണ് അവരെങ്കിൽ അവരുടെ ആ പിരിമുറുക്കങ്ങളൊക്കെ മാറുകയും, അതേപോലെ തന്നെ ശാരീരികമായിട്ടാണ് അവർ ബുദ്ധിമുട്ടുന്നതെങ്കിൽ അവരുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും, മാനസികമായിട്ടാണ് അവർ ബുദ്ധിമുട്ടുന്നതെങ്കിൽ അവരുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും ചെയ്യും എന്നുള്ളത് ഒരുപാട് ഹദീസുകളിൽ കാണാം, പ്രബലമായിട്ടുള്ള ഒരുപാട് ഹദീസുകളിൽ കാണാം. അപ്പോൾ എന്ത് ചെയ്യാം, ഇത്തരത്തിൽ ആ ഒരു കിടക്കാൻ പോകുന്ന സമയത്ത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ളതിനെ 1000 തവണ നമ്മൾ ചൊല്ലുക. 1000 തവണ. ഒരിക്കലും നമ്മൾ അതിലൊരു ഏറ്റക്കുറച്ചിലുകൾ ചെയ്യാൻ പാടില്ല. കാരണം അത്രയും എഫക്റ്റാണ് ഈ ഒരു അമലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എത്രത്തോളം ഈ ഒരു അമലിനെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ആവശ്യം റബ്ബ് സുബ്ഹാനഹു തആല, ആ പണം എന്നുള്ള ആവശ്യം റബ്ബ് നമുക്ക് നടത്തി തരും. പണത്തിൻ്റെ കാര്യം മാത്രമല്ല, ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും അല്ലേ? ആ പല കാര്യങ്ങളും ഒന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ടുള്ള വഴി പടച്ച തമ്പുരാൻ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയണ്ട. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, 1000 തവണ ആക്കാൻ. നമ്മൾ മനസ്സറിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് നമ്മൾ ഈ ഒരു അമലിന് വേണ്ടിയിട്ട് വഴി തുറന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്കുള്ള പ്രകാശത്തിൻ്റെ വഴി പടച്ചോനും തുറന്നു തരും. അത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയത്തിന് കാരണമാകട്ടെ ഈ ഒരു അമൽ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഹൈറും ഹലാലും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു തരട്ടെ. അതേപോലെ തന്നെ നമുക്ക് വേണ്ടിക്കും വെറുതിക്കും ഒരുപാട് ആളുകൾ ഇന്ന് കടമെടുക്കുന്ന പലിശ എടുക്കുന്ന ആളുകളാണ്, ലോൺ എടുക്കുന്ന ആളുകളാണ്.
അതിൽ നിന്ന് എല്ലാവരും ഒന്ന് വിട്ട് നിൽക്കുക അല്ലേ. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ധൂർത്തടിക്കുന്ന ആളുകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട്, അതായത് ഇടങ്ങേറ് കൊണ്ട് ഇത്തരത്തിൽ ലോൺ എടുത്ത് പോയിട്ടുള്ള ആളുകളുണ്ടാകും അല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു ഇടങ്ങേറ്, ആ സമയത്ത് ഇടങ്ങേറ് കൊണ്ടായിരിക്കാം, മറ്റുള്ള ആളുകളിൽ നിന്നൊന്നും കിട്ടാത്തത് കൊണ്ടായിരിക്കാം. എന്നിരുന്നാലും അതിന്നും റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തും. പടച്ചോൻ ഒരാൾക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ ഒരു പരീക്ഷണം കൊടുക്കൂല. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങളുടെ കാര്യങ്ങൾ പടച്ചോനോട് പറയുക. മറ്റുള്ള ആളുകൾക്ക് ഒരു കളിയാക്കേണ്ട തമാശ രൂപത്തിലാകാതിരിക്കുക നമ്മുടെ ജീവിതം. അപ്പോൾ ഇനി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.